ഹലോ ഹായ് നമസ്കാരം. ഹൻസിക കൃഷ്ണയും സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചു. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും അവളിത് ചെയ്തു എന്ന് പറയുന്ന ഒരു ആംഗിളിൽ പോകുന്നുണ്ട്, അവളും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ, അങ്ങനെ പല രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആ ക്ലിപ്പ് കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി പരിപാടി എന്ന് ഫീൽ ചെയ്തു. അതിൽ ഹൻസിക കൃഷ്ണ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ് അവിടുത്തെ പ്രശ്നം എന്നല്ല പറയുന്നത്. അതിനെ ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മുൻപ് പർപ്പിൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ഇതേപോലെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ഭയങ്കര ചർച്ചയായ സമയത്ത് നമ്മുടെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ചിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിലെത്താൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു മാർക്കറ്റ്, ഇൻസ്റ്റഗ്രാമിനെ പറ്റി സംസാരിച്ച വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു സാധനം എന്താണെങ്കിലും അത് സെല്ല് ചെയ്യാനും അത് വാങ്ങിക്കാനും ആൾക്കാരുണ്ടായിരിക്കും. അതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതിവിടെ കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തികൾ നിയമത്തിൻ്റെ പരിധിയിൽ തെറ്റല്ല എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് കുറച്ച് എക്സ്പേർട്ടൈസ് ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് തോന്നി. അപ്പം നമ്മൾ ഇന്ന് ഈ ടോപ്പിക്ക് ചെയ്യുന്നതും സൈക്കോളജിസ്റ്റ് ഹൃദ്യ ആൻഡ് അഖിൽ അവരുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം, ഹൻസിക കൃഷ്ണ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിൻ്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ മോഡൽ വന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂസ് ഷെയർ ചെയ്ത ടൈമിൽ, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെ വരുന്ന ന്യൂസസ് ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യുന്ന ടൈമിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ അത് ചെയ്യപ്പെടുന്ന രീതി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു രീതിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയാമെന്ന് കരുതി. നമ്മളെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നതെങ്കിലും ചില ആൾക്കാർ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനെ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് പോൺ മൂവീസ് ആയിട്ടാണ്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഞാൻ സബ്സ്ക്രിപ്ഷൻ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷനിൽ ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നു. അതുകൂടാതെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, ഇപ്പോൾ ചിലപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിൽ കുറേ കോമഡി സീനുകളൊക്കെ ഉണ്ടായിരുന്നു വരും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയെന്ന് വരും, ചിലപ്പം അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയുന്ന വാഗ്വാദങ്ങളുണ്ടാവും. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസ്, അതുപോലെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ബ്ലൂപ്പേഴ്സ്, പിന്നെ എൻ്റെ ഒരു ദിവസം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് വരാൻ പോകുമ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. അങ്ങനെ എന്നെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പം 390 290 രൂപ തന്ന് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ എനിക്ക് വരുമാനം ഉണ്ടല്ലോ, അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കാം. ഇതിനാണ് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ശരിക്കും വന്നിട്ടുള്ളത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് കുറേ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇട്ടതിന് ശേഷം അവർ വേറെ വെബ്സൈറ്റുകളിൽ ആക്റ്റീവാണ്. അവിടെ കൂടുതലൊരു പോൺ റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ആളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കണ്ടന്റ് ചെയ്യുന്നു, ഇതിൻ്റെ ബാക്കി അവിടെ വന്നാൽ കാണാമെന്നുള്ള രീതിയിൽ കൊടുക്കുകയും അവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇതിന് ഇങ്ങനൊരു സാധ്യത, അതായത് പുറത്ത് വേറൊരു വെബ്സൈറ്റിലേക്ക് പോയിട്ട് അവിടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അവിടെ നിന്ന് ഈ കണ്ടന്റ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതിന് മാറിയിട്ട് ആളുകൾ ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ പർപ്പിൾ ഇപ്പോൾ ഒരുപാട് ചർച്ചയായത് അവർക്ക് 88 ലക്ഷം രൂപ ഒരു മാസം വരുമാനമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. സിമിലർ കോണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, സബ്സ്ക്രിപ്ഷനുള്ള ആളുകളുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു തുക അത് കേരളീയർക്ക് മുഴുവൻ ഭയങ്കര വിഷയമായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. ആ അക്കൗണ്ട് പൂട്ടിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരം ഇടിയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരുപാട് മാസ് റിപ്പോർട്ടിങ് വന്നു. അവസാനം ആ അക്കൗണ്ട് തീരുമാനമായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത്, ഒരു സ്ത്രീ അവളുടെ ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടി, അതായത് നിങ്ങൾ എനിക്ക് പൈസ തരൂ, ഞാൻ നിങ്ങൾക്ക് ശരീരം പ്രദർശിപ്പിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പൊതുവായൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഷസാമും കൂടി കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? ഷസാം പറഞ്ഞുകൊണ്ട്, എന്നാൽ അതിലേക്ക് നിങ്ങൾ ആൾക്കാരോട് വരാൻ പറയൂ, നിങ്ങൾ എന്തെങ്കിലും ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഇട്ടാൽ പോരെ. ഇൻസ്റ്റഗ്രാം അവരുടെ ക്രിയേറ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാ ഏർണിംഗ് സാധനമാണ് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ കോണ്ടന്റ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ സ്പെഷ്യൽ കോണ്ടന്റ് എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നിടത്താണ് ഒരു ചർച്ചയുള്ളത്. പർപ്പിളിൻ്റെ വിഷയത്തിൽ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്, അവർ പ്രായപൂർത്തിയായിട്ടുള്ളൊരു ആളാണ്, ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ മെത്തേഡിൽ ഇങ്ങനെ ഒരു കോണ്ടന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ നിയമപരമായി പ്രശ്നമില്ലാത്തൊരു കാര്യം ചെയ്യുന്നതിന് ഇപ്പം നമുക്കെന്താ, അവർ ചെയ്തോട്ടെ. ഇനിയിപ്പോൾ അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പർപ്പിളിൻ്റെ ചാനൽ പൂട്ടിക്കാൻ ഇറങ്ങിയ എല്ലാവരോടും ചോദിക്കാനുള്ളൊരു കാര്യം, അതൊരു സാമൂഹ്യ പ്രശ്നമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടുത്തെ സാമൂഹ്യ പ്രശ്നം അവരാ വീഡിയോ ചെയ്യുന്നു എന്നുള്ളതല്ല, ആ വീഡിയോ ചെയ്താൽ അത് കാണാൻ ഇവിടെ ആളുകളുണ്ടെന്നാണ്. ഇപ്പോൾ ആ പെൺകുട്ടിയെ മാറ്റിയിട്ട് ഏത് പെൺകുട്ടിയെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ള ആരാണ്?
ഈ പെൺകുട്ടികൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ആണുങ്ങളല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആരെയും തിരുത്തണ്ട്? അവിടെ എനിക്കുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് പെൺകുട്ടി ഇത് ചെയ്താലും ഇതേ രീതിയിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. കാരണം എപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ, അതായത് പുരുഷന്മാരുടെ പ്രത്യേകിച്ച് സൗന്ദര്യ സങ്കല്പങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇത് ചെയ്യുമ്പോഴാണ് ഈ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വരുന്നത്. അല്ലാതെ ഏത് പെൺകുട്ടി ചെയ്താലും ഇതേ ഡിമാൻഡ് ഉണ്ടാവുമെന്നും ഞാൻ കരുതുന്നില്ല. അല്ല, അത് പുരുഷന്മാർ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സൗന്ദര്യ സങ്കല്പമല്ല. സിനിമകളിലൂടെ, പരസ്യങ്ങളിലൂടെ, ഈവൻ പോൺ മൂവീസ് ആണ്. ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ പുരുഷന്മാരല്ലേ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം പുരുഷന്മാരുടെ തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നതിൽ ഈ പറയുന്ന പുരുഷ സങ്കല്പത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സെക്ഷൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഇതുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ മോഡലിൻ്റെ ബാക്കിലുള്ളൊരു പ്രശ്നമാണ്. അതിനെയും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ കാണുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഹൻസിക ഇത് ചെയ്തു തുടങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത്, ഹൻസിക ഇത് ചെയ്തു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഹൻസിക എന്തോ തെറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ മോഡൽ അവരവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് കൺസ്യൂം ചെയ്യുന്ന, ഇപ്പോൾ അതിനെ പല ആളുകൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു രീതിയെ നമ്മൾ നോക്കി കാണുമ്പോൾ അതുണ്ടാക്കാവുന്ന കുറച്ച് സാമൂഹ്യ പ്രശ്നങ്ങൾ. ഞാനിങ്ങനെ ഹൻസികയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ 390 രൂപയാണ് മന്ത്ലി പേ ചെയ്യേണ്ടത്. 2907 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാനൊന്ന് കൂട്ടിക്കോട്ടെ, 8,17,830 രൂപയാണ് ഹൻസികയ്ക്ക് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സബ്സ്ക്രിപ്ഷൻ ഓഫറിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ: സബ്സ്ക്രൈബർ ബാഡ്ജ്, എക്സ്ക്ലൂസീവ് കോണ്ടന്റ്, സോഷ്യൽ ആൻഡ് ചാനൽസ്, ബിഹൈൻഡ് ദ സീൻസ്, ആസ്ക് മീ എനിത്തിങ്, ഏർലി ആക്സസ് ഓർ റിലീസസ്, ഷൗട്ട് ഔട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ചിങ്ങനെ ബ്ലേഡായിട്ട് നമുക്ക് കുറച്ച് ഇമേജസ് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ ഉണ്ണീൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുന്നത്, അതായത് നമുക്ക് ഏതൊരു വീഡിയോയും, നമ്മൾ വെറുതെ നടന്നു പോകുന്ന ഒരു വീഡിയോ പോലും, നിങ്ങളത് എടുക്കുന്ന ആംഗിള്, നിങ്ങളത് ഏത് രീതിയിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറി 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 നിൽക്കും. അപ്പം നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലാത്തത് കൊണ്ടും ഇവിടെ എന്ത് കണ്ടന്റ് ആണ് ഹൻസിക കൊടുക്കുന്നതെന്ന് അറിയില്ല. അതേപോലെ ഇമേജസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പോലത്തെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഒരാൾ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. അല്ല നമ്മൾ ഗണിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല. അതിൽ ഈ പറയുന്ന ഓഫറിങ്സും കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൈസയൊന്നും ഇല്ല, 190 രൂപയുള്ളൂ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് തരാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോണ്ടന്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു കോണ്ടന്റ് ഇല്ല, അതിലൊരു സബ്സ്ക്രൈബർ ഞാൻ ഒന്നും തരത്തില്ല. അപ്പം അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്കുണ്ട്. ഇതിൽ ഹൻസികയുടേതായി പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോസ്, ആ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ്, അവിടെയാണ് ശരിക്കും നമ്മൾ ഫസ്റ്റ് അലാംഡ് ആയത്. അതായത് ആ കമൻസിൻ്റെ ഒക്കെ താഴെ ചോദിക്കുന്നത് ലിങ്ക് ഉണ്ടോ, ഇൻബോക്സിൽ വാ, സൂപ്പർ മച്ച എന്ന് പറയുന്ന, അതായത് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടി, അത് ഞാൻ പബ്ലിക്കായി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ എന്നോട് വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഈ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ വാലിഡേഷൻ കണ്ടെത്തുന്നത്, അപ്രിസിയേഷൻ കണ്ടെത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹൻസികയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ ഫുള്ള് ലിങ്ക് ഇതാ, ഇൻബോക്സ് ഇതാ. ഇത് ഇൻബോക്സിൽ അയച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് താഴെ താങ്ക്സ് ഡാ, സൂപ്പർ, നീ അടിപൊളി, നീ വേറെ ലെവൽ മച്ചാന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇയാൾക്കൊരു അപ്രിസിയേഷൻ കിട്ടുകയാണ്. ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അപ്രിസിയേഷൻ കിട്ടുകയാണ്. ഈ അപ്രിസിയേഷൻ്റെ അടുത്ത ലെവൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ഇയാൾക്ക് ഇവിടെ ഒരു ഡോപ്പമിൻ കിട്ടി. നാളെ ഹൻസികയുടെ തന്നെ മറ്റു വീഡിയോസ്, ഈ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അല്ലാതെയുള്ള വീഡിയോസ് കിട്ടുന്ന സമയത്ത് ഇയാൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്തിനിടും. എയുടെ കാലഘട്ടമാണ്, അങ്ങനെ സംഭവിച്ചേക്കാം. നാളെ ഹൻസികയുടെ വീഡിയോ ആയിരിക്കില്ല ഇടുക. കാരണം അപ്രിസിയേഷൻ കിട്ടുന്നത് ഈ രീതിയിലാണ്. ആ അപ്രിസിയേഷൻ ചിലപ്പോൾ നാളെ സാമ്പത്തിക ഇടപാടായി മാറിയേക്കാം. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത്, സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന വീഡിയോസ് ഷെയർ ചെയ്ത്, ഈവൻ കുഞ്ഞുങ്ങളുടെ അടക്കം അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു കൾച്ചർ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പേടിക്കണം. കാരണം അവർ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആരുടെയൊക്കെ വീഡിയോസാണ് പോകാൻ പോകുന്നത്, അത് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. മാത്രമല്ല ഈ കോണ്ടന്റ് സ്ഥിരമായി കൺസ്യൂം ചെയ്യുന്ന ആളുകൾ അവരെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ടീനേജിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരമാണ്, അല്ലെങ്കിൽ ആ ശരീരം ഈവൻ ഫുൾ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ പോലും ശരീരം ഇങ്ങനെ ആയിരിക്കും എന്ന് സങ്കല്പിച്ച് വരാം. കാരണം നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവളുടെ ഇത്രയും ഉണ്ടാവും,
അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയായിരിക്കും. ഈ കമൻറ്റ് വരുന്ന എവിടെ നിന്നാണ്? പോൺ മൂവീസിലൂടെ, ഇങ്ങനെ കിട്ടുന്ന കണ്ടൻറ്റിലൂടെ നമ്മൾ സങ്കല്പിച്ച് വെക്കുന്ന ഒരു സ്ത്രീ ശരീരം ഉണ്ടാവും. ആ സ്ത്രീ ശരീരത്തിനെയാണ് ഇങ്ങനെ കിട്ടുന്ന ഓരോ കഷ്ണങ്ങൾ വെച്ചിട്ട് മനസ്സിൽ സങ്കല്പിച്ച് വെക്കുന്നുണ്ടാവുക. നാളെ ഇത്തരം കണ്ടൻറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ, നാളെ വേറൊരു പെൺകുട്ടിയെ കണ്ട് എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ഫാക്ടർ ഫീൽ ചെയ്ത് കഴിയുമ്പോൾ, ഇതിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അങ്ങനെ ഇവിടെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചിലപ്പോൾ പുഷ് ചെയ്തു എന്ന് വരും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു പൊട്ടൻഷ്യൽ പ്രിഡേറ്ററിൻ്റെ വളർച്ച സംഭവിക്കുന്നത് അല്ലാതെ എവിടെ നിന്നാണ്? ഇപ്പോൾ ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത്, അയാൾ എവിടെ നിന്നാണ് ഈ ധൈര്യം ആർജിച്ചെടുത്തത്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ വ്യക്തിയെ ശരീരം മാത്രമായി ട്രീറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്? ആ പഠിപ്പിക്കലുകൾ നടക്കുന്നതിൻ്റെ ഒരു അടിത്തറ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസ്കഷനിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കാര്യം, പുരുഷന്മാരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കുറച്ച് ബ്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും കൂടി കുറച്ച് പൈസ സമ്പാദിക്കാമായിരുന്നു എന്ന് പറയുന്നത്. എന്തിനാ ദൈവമേ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിട്ടപ്പോൾ ഇത് തന്ന് ഞങ്ങളെ വിട്ടില്ലല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ള. ഇടം നിനക്കൊക്കെ വേറെ കുറേ സാധനങ്ങളില്ലേ, അതോർത്ത് സന്തോഷിക്കൂ. ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ സന്തോഷിക്കാം, നിങ്ങൾക്കുള്ളതോർത്ത് നിങ്ങൾ സന്തോഷിക്കൂ. അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ ഇതിവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഇരുന്നു അല്ലെ ലോഞ്ച് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് ഇവിടെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടായിരിക്കണം. സെക്കൻഡ് തിങ്, ഇവിടെ ഇത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഇതൊരു മാർക്കറ്റ് ആവുള്ളൂ. ഇവിടെ ഈ സർവീസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കൂ, അത് പുരുഷന്മാരല്ലേ. നിങ്ങൾ ഈ പുരുഷന്മാരുടെ സങ്കടം നിങ്ങൾ ഈ മറ്റു പുരുഷന്മാരോട് സംസാരിക്കൂ. അതായത് നിങ്ങൾ സ്ത്രീകളുടെ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കരുതേ, ഞങ്ങൾ പുരുഷന്മാരുടെ പ്രൊഡക്റ്റും കൂടി വാങ്ങിക്കൂ എന്ന് പറയുന്ന നിങ്ങളുടെ സങ്കടം സത്യത്തിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ പുരുഷന്മാരോടാണ്. നിങ്ങൾ തന്നെ ഒരു മെൻസ് അസോസിയേഷനോ കാര്യങ്ങളോ ഒക്കെ രൂപീകരിച്ച് രാഹുൽജിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ വട്ടം കൂടി ഇരുന്നതിന് ശേഷം നിങ്ങൾ സംസാരിക്കുക. അതായത് ഇവിടെ സ്ത്രീകളുടെ പ്രൊഡക്റ്റ് മാത്രമേ വിൽക്കപ്പെടുന്നുള്ളൂ, സ്ത്രീകളുടെ സർവീസ് മാത്രമേ ഇവിടെ ഡിമാൻഡ് ഉള്ളൂ, എന്തുകൊണ്ടാണ് ഇവിടെ പുരുഷന്മാരുടെ സർവീസിന് ഡിമാൻഡ് ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കണം, ഇനി തൊട്ട് പുരുഷന്മാരുടെ സർവീസസ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അല്ല, അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ. നിങ്ങളുടെ ഒരു യൂണിറ്റ് നിങ്ങൾ കാണിക്കണ്ടേ. അല്ലാതെ നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ അക്കൗണ്ട് മാത്രം പൂട്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇതിനിടയിൽ ഒരുപാട് നന്നായി വരയ്ക്കുന്ന, നന്നായി ക്രാഫ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നത് അവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ റീല് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൈക്സ് കിട്ടുന്നില്ല. ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ലൈക്സ് 3000 അതേസമയം ഒരു പെൺകുട്ടി വന്നിട്ട് അത്യാവശ്യം എക്സ്പോസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന ലൈക്ക് എന്ന് പറയുന്നത് 3 മില്യൺ ആണ്. ഇത് ആരാണ് ലൈക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? അത്രയും മോശമായൊരു സാഹചര്യം ഇവിടുത്തെ പുരുഷന്മാർക്കിടയിലുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം പർപ്പിൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൻസികയുടെ എത്ര പേരാണോ സബ്സ്ക്രിപ്ഷൻ എടുത്തത് ആ പുരുഷ സബ്സ്ക്രൈബേഴ്സിനെ മുഴുവൻ നിങ്ങൾക്ക് ഈ പറയുന്ന പല 390 എടുക്കണ്ട, ഇപ്പം നന്നായി വരയ്ക്കുന്ന, നന്നായി ക്രാഫ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല ടാലന്റ് ഉള്ള, നന്നായി സംസാരിക്കുന്ന ഉണ്ണി വ്ലോഗ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യൂ. ഇപ്പോൾ ഒരു 390 എന്നുള്ളതിനല്ലേ പോട്ട് റൗണ്ട് അടിച്ച് 400 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ 100 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 4 പേരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലേ പാരലലി? ഇത് നിങ്ങളുടെ അസോസിയേഷനിൽ നിങ്ങൾ ചർച്ച ചെയ്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ ഇതിനകത്തേക്ക് സ്ത്രീകളെ മാത്രം പിടിച്ചിട്ടുകൊണ്ട് സ്ത്രീകൾക്കുള്ളതൊന്നും ഞങ്ങൾക്കില്ല, അതുകൊണ്ടാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ഇതൊന്നും വേണമെന്നില്ല. നിങ്ങൾക്കിത് ഇല്ലാതെ നിങ്ങൾ കാണിച്ചു നോക്കൂ. നിങ്ങളുടെ ബോഡി ബിൽഡിങ് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. ഇനിയിപ്പോൾ ബിൽഡിംഗ് ഇല്ലെങ്കിൽ പോലും അടിത്തറയെങ്കിലും ഉള്ളത് വെച്ച് കാണിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം. ഞാനിപ്പം ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് എൻ്റെ ഇപ്പോൾ ഫീഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുഴുവൻ ജിമ്മന്മാരാണ്. പല ടൈപ്പ് ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർ ഓരോന്നും ചെയ്യുന്നത്. അതിലൊരാൾ എനിക്ക് വളരെ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് വെച്ചിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. അവിടെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോളും. അല്ലാതെ സ്ത്രീയുടെ ബോഡി കാണിക്കുമ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പുരുഷൻ നിങ്ങൾ ബോഡി തന്നെ കാണിക്കണമെന്ന് വാശി പിടിക്കണം എന്തിനാണ്? വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ഇവിടെ ഒരു സർവീസാണ്. സ്ത്രീയുടെ ശരീരം കാണുന്ന അവിടേക്ക് ആളുകൾ കൂടുതൽ പോകുന്നത് അവിടെ നിന്നൊരു എന്താ പറയുക, അതിനൊരു പ്രൊഡക്റ്റായി കാണുകയും അതിൽ നിന്നുള്ള സർവീസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഇവിടെ നിങ്ങളും നല്ല സർവീസ് കൊടുക്കും. സർവീസ് എന്ന് പറയുന്നത് അയാൾക്ക് ഉപകാരമുള്ള, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിയമവിരുദ്ധമല്ലാത്തൊരു കാര്യമാണെങ്കിൽ, യു ക്യാൻ ഏൺ ഫ്രം ദാറ്റ്.
അതിനെക്കുറിച്ച് ആലോചിക്കും. അതിന് നിങ്ങളിവിടെ വരുന്ന ഭൂരിപക്ഷമായ പുരുഷ സമൂഹത്തിന് നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റണം. ആൾക്കാർ സ്ത്രീകളുടെ കഥ പറയുന്ന സിനിമകൾ ഇവിടെ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇവിടുത്തെ സ്ത്രീകൾ തിയേറ്ററിലേക്ക് എത്തുന്നില്ല. അതേസമയം ഒരു ഫാഷൻ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പം എപ്പോഴും ഈ ജനറലൈസേഷൻ വരുന്ന സമയത്ത് ഓരോ ഇൻഡസ്ട്രിക്ക് അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പറയുന്നില്ലേ, സ്ത്രീകൾ സ്വന്തമായി വാഹനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി, വീട് വെക്കാൻ തുടങ്ങി, അതിങ്ങനെ പതിയെ ആ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സമൂഹത്തിലെ ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പുരുഷന്മാരാണ്. നിങ്ങൾ അവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങൾ തന്നെ കൂടിയിരുന്ന് ചർച്ച ചെയ്യൂ. അപ്പം നിങ്ങൾക്ക് ഈ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് എന്തിനാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് കളയുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും നിങ്ങൾക്ക് വരുന്നില്ലല്ലോ. നിങ്ങൾ നേരെ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടന്റും നിങ്ങൾ തന്നെ കൊടുക്കുക, സബ്സ്ക്രൈബും നിങ്ങൾ തന്നെ ചെയ്യുക, പരിപാടി കഴിഞ്ഞു. പിന്നെ ഇതിനകത്തൊരു സ്ലൈറ്റ് ലെവൽ ഓഫ് എലീറ്റിസം കിടപ്പുണ്ട്. അതായത് പർപ്പിളിൻ്റെ ചാനൽ വന്ന സമയത്ത് അവരുടെ വീഡിയോ വരുമ്പോൾ അവരെ മെൻഷൻ ചെയ്തുകൊണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ വളരെ മോശമായിരുന്നു. എന്ന് വെച്ചാൽ ആ ടൈറ്റിലൊക്കെ വെച്ചുകൊണ്ട് ആക്ച്വലി നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മോശമായിട്ടുള്ള വാക്കുകളൊക്കെയാണ്. പക്ഷേ ഇവിടെ ഹൻസികയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ കാണുന്നില്ല. അതിൽ ഈ പറയുന്ന ഒരു എലിറ്റിസ്റ്റ് മനോഭാവം കുറേ ആളുകളുടെ മുന്നിലുണ്ടാവും. ഈ പറയുന്ന ഒരു ക്ലാസ് വെച്ച് ആൾക്കാരെ നമുക്ക് എന്തും, ഇന്ന ആളുകളെ നമുക്ക് എന്തും വിളിക്കാം, ഇന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചിന്തകളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. അൾട്ടിമേറ്റ്ലി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചോയ്സാണ്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, സബ്സ്ക്രിപ്ഷൻ എടുക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ ഇതിൻ്റെ ഗുണവും ദോഷമൊക്കെ അറിഞ്ഞിട്ട് വേണം. ഇതിലൂടെ സംഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ബൗണ്ടറീസ് മറക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നീലക്കുയിലും പച്ചക്കുയിലും തുടങ്ങിയിട്ടുള്ള കുയിലുകളൊക്കെ കൂടിയിട്ട് സ്ത്രീകളുടെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓരോ മനുഷ്യനും ഒരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ട്. എൻ്റെ പേഴ്സണൽ ബൗണ്ടറിക്കകത്ത് കയറി കളിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല, അവകാശമില്ല. അതിനെ ഞാൻ എതിർക്കുകയും ചെയ്യും. പക്ഷേ ഈ ആളുകളുടെ പ്രൈവസിയിലേക്ക് ഇവർ ഈ മൊബൈൽ ഫോണും വെച്ച് കയറുന്നത് കാണുമ്പോൾ, ഇവരുടെ ശരീരഭാഗങ്ങൾ ഇവർ ഒപ്പിയെടുത്ത് കാണിക്കുന്നത് കാണുമ്പോൾ അത് ഈസിലി ആക്സസബിൾ ആണ് എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ ആളുകളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഹൻസികയുടെ ലീക്കായിട്ടുള്ളൊരു ക്ലിപ്പ് വരുമ്പോൾ ഇതിനെ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അയാൾക്ക് ആക്ച്വലി ഒരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ട്. അതിനകത്തേക്ക് വെർച്വലി ആളുകൾ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എല്ലാ ആളുകൾക്കും ബൗണ്ടറി ഉണ്ടല്ലോ. നാളെ അതേപോലെ മറ്റൊരാളുടെ ബൗണ്ടറിയിലേക്ക് കടന്നു കയറാൻ വേണ്ടി, അതായത് ഇയാൾക്കൊരു ബൗണ്ടറി ഉണ്ട് എന്നുള്ളത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഞാൻ വെർച്വൽ ലോകത്ത് നിന്ന് ഈ ബൗണ്ടറീസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ ഇപ്പുറത്തുള്ള ബൗണ്ടറിയെ റെസ്പെക്റ്റ് ചെയ്യാൻ ഞാൻ മറക്കും. ആക്ച്വലി നമ്മുടെ വീട്ടുകാർ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും, കൂട്ടുകാർ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും, സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഇപ്പുറത്തെ സൈഡിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെർച്വലി നമ്മൾ ഈ ബൗണ്ടറിയെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ എനിക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാവും. ആ തോന്നൽ പ്രവൃത്തിയിലേക്ക് മാറുകയും അത് കൂടുതൽ മോശമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തുകയും ചെയ്യും. ആ പേഴ്സണൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത് വളരെയധികം റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഏതൊരു മനുഷ്യൻ്റെയും. അയാളുടെ പേഴ്സണൽ സ്പേസിനകത്തേക്ക് കയറാൻ പാടില്ല. പക്ഷേ അതില്ല എന്ന് പറയുന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് പറയുന്നൊരു തോന്നൽ ഈ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ കൾച്ചറിലൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോസ് ലീക്കാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആളുകൾ ചേർത്ത് വെക്കുന്ന വാചകങ്ങളിലൂടെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അത് ഞാൻ പൈസ കൊടുത്തൊരു സാധനം വെച്ചാൽ എനിക്ക് എന്തും പറയാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ. നിങ്ങളിപ്പം ഒരു തിയേറ്ററിൽ പോയിട്ട്, എക്സാമ്പിൾ നിങ്ങൾ വനിതാ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ടു എന്ന് വിചാരിക്കൂ, കഴിഞ്ഞു ഇറങ്ങി, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ ഞാൻ ഒരു പൈസ പേ ചെയ്തിട്ട് എനിക്ക് ആ പൈസയ്ക്കുള്ള, അല്ലെങ്കിൽ അവർ പ്രോമിസ് ചെയ്ത തരത്തിലുള്ള സിനിമയല്ല അവർ തന്നത് എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലാതെ നിങ്ങൾ വനിതാ പോയി 120 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ പറയാണ് ഈ വനിതാ തിയേറ്റർ എൻ്റെയാണ്, എനിക്കിവിടെ എന്തും ചെയ്യാം എന്ന് നമ്മൾ പറയത്തില്ലല്ലോ. നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ സർവീസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹൻസികയുടെ പേജിലാണെങ്കിൽ ഹൻസിക പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന റീൽസിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിന് ഞാൻ ആൻസർ പറയും. അവർ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ 390 രൂപ മുടക്കുന്നതെന്ന്. അതല്ലാത്ത വേറൊരു കാര്യം അവിടെ പോയി ഡിമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ആ ബൗണ്ടറി കടന്നുള്ള യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമോ കാര്യങ്ങളോ നിങ്ങൾക്ക് അവരുടെ പുറത്തെടുക്കാൻ പറ്റില്ല. അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്. അതിനകത്ത് അവർ ഇത്ര സർവീസസ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം എന്ന് കരുതി അതിനും അപ്പുറത്തേക്ക് പോയിട്ട് 390 രൂപ തരുന്നതാണ്, നിന്നിൽ എല്ലാ തരത്തിലുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കിവിടെ എന്തും പറയാം, ഞങ്ങൾക്കിവിടെ എന്തും ചെയ്യാം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് അതിൻ്റെതായ മറുപടി കിട്ടിക്കഴിയുമ്പോൾ മാത്രം മാറാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം ആറ്റിറ്റ്യൂഡാണ്. അത് ആ പൈസ കൊടുക്കുന്നവർക്ക് മാത്രമല്ല, ഈ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുള്ള, അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ
എനിക്ക് ഇതൊക്കെ കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള അവകാശമൊക്കെ ഉണ്ട്, അവൾ കാണിക്കാൻ പോയിട്ടല്ലേ എന്ന് പറയുന്ന ആ ഒരു ധാർഷ്ട്യം എലമെൻ്റ് അതിൻ്റെ അകത്ത് നമുക്കില്ലാത്തൊരു അവകാശമുണ്ട് എന്ന് പറയുന്നൊരു തോന്നലും അതിൻ്റെ പുറത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന കുറേ പ്രശ്നങ്ങളും അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ ഹൻസികയുടെ കാര്യം നോക്കുമ്പോൾ ഹൻസിക ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഫാമിലിയിൽ നിന്നാണ് അവർ വരുന്നത്. അച്ഛൻ അഭിനേതാവാണ്, അവരുടെ ചേച്ചിമാരൊക്കെ വ്ളോഗ് ചെയ്യുന്നു, അവർ സിനിമകളിൽ അഭിനയിക്കുന്നു. അങ്ങനെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഹൻസിക എന്ന് പറയുന്നത്. അപ്പോൾ ഹൻസിക ഉറപ്പായിട്ടും വിദേശത്തുള്ള ആളുകളുടെ സിനിമകൾ കാണുന്നുണ്ടാവും. നമ്മുടെ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻസ്പിറേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് വളരെ നോർമലായി തോന്നുന്ന അവരുടെ വസ്ത്രധാരണ രീതി, അവർ ഇപ്പം ഡാൻസ് വീഡിയോസിലാണെങ്കിലും അല്ലാത്ത വീഡിയോസിലൊക്കെ അവർ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ രീതി എന്ന് പറയുന്നത് അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേജിലാണ്. അവിടെ സെക്ഷലൈസ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ കംഫർട്ടാണ് അവർ നോക്കുന്നത്. ഷീ ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷേ ഹൻസികയുടെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് ലീക്കാവുന്ന വീഡിയോ അടക്കം ഇതിലെ ചില വീഡിയോസ് ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരിതിനോട് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളല്ല. എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ ശരീരഭാഗം കാണുന്നുണ്ടെങ്കിൽ, പക്ഷെ അവർ പറയാ കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്നത്. കാരണം ലോകത്തെല്ലാവരും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് വസ്ത്രങ്ങളിൽ മാറ്റമുണ്ട്, പുതിയ ഫാഷനിൽ വ്യത്യാസമുണ്ട്. ടീനേജിലുള്ള ആളുകൾ ഫാഷനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർ ആ ചേഞ്ചസ് ഉൾക്കൊള്ളും. അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് അത് സന്തോഷമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം ഹൻസിക എന്ന് പറയുന്നത്. പക്ഷേ ഈ കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ലാത്ത കുറേ ആളുകളാണ് ഈ വീഡിയോസ് കാണുന്നത്. ഒരു പെൺകുട്ടി ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ, അവൾ അതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന ജാക്കറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ ദാറ്റ്സ് വെൽക്കമിങ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇത് കാണുമ്പോൾ ഇവരിത് സർക്കുലേറ്റ് ചെയ്യുന്നത് ഇതേ കീവേഡ്സ് വെച്ചിട്ടാണ്. ഇവൾ കാണിക്കുന്നു, ഇവൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവളുടെ അടുത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് ചെയ്യുന്ന പെൺകുട്ടിയെ നമുക്ക് എങ്ങനെയും ഡീൽ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന കുട്ടിയേട്ടന്മാർ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഇത് കൺസ്യൂം ചെയ്യുന്ന യങ് ജനറേഷനിൽ പെട്ടിട്ടുള്ള ആളുകളും ഓക്കെ ഇതിങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ആ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെയും കണ്ട് അവരിതിനൊരു നോർമൽ കാര്യമായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിനെ നോർമൽ കാര്യമായി ഡീൽ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഇവിടെ നീ സെക്സ് കണ്ടെത്തണം, സെക്ഷലൈസ് ചെയ്യണം, അങ്ങനെ നിനക്ക് തോന്നുന്നില്ലെങ്കിൽ നീ ഒരാണല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇവിടെ നടക്കും. അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഹൻസികയ്ക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹൻസികയുടെ വീടും അവരുടെ ചുറ്റുപാടുകളും അവർ പൊളിറ്റിക്കലി ഒക്കെ ആണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേജിലുള്ളത്. പക്ഷേ ഈ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികളെന്ന് പറയുന്നത് നമ്മൾ അപ്രോച്ച് ചെയ്യാനും അപ്രോച്ചബിൾ ആക്കാനും ഇവരുടെ വീഡിയോസ് നമുക്ക് സർക്കുലേറ്റ് ചെയ്യാനും അത് കണ്ട് ആനന്ദിക്കാനും അവരെക്കുറിച്ച് എന്തും പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് വരുമ്പോൾ നാളെ ഹൻസിക ധരിച്ചതുപോലൊരു വസ്ത്രം ധരിക്കുന്ന മറ്റേതൊരു പെൺകുട്ടിയെ കണ്ടാലും ഇങ്ങനെ കമൻ്റ് അടിക്കാം എന്ന് പറയുന്നൊരു അങ്ങനത്തെ ഒരു പഠനം ഇവിടെ സൈഡിൽ നടന്നു പോകുന്നുണ്ട്. ദാറ്റ്സ് വെരി ഡേഞ്ചറസ്. നമ്മൾ സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് കണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, വസ്ത്രങ്ങളുടെ പുതിയ ഫാഷൻസ് ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റാരും ധരിക്കുന്ന പോലത്തെ വസ്ത്രങ്ങളെ ഞാൻ ഇതുവരെ ഹൻസികയുടെ കണ്ടിട്ടുള്ള അവരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവിടെയും നമുക്ക് സെക്സ് കണ്ടെത്താൻ പറ്റും എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ഈ വിഷയത്തിന് ഇപ്പോൾ ആൾക്കാർ ഡീൽ ചെയ്യുന്നത്. അതാണ് ഞാനും ഈ ന്യൂസ് വന്നതിന് ശേഷം ഹൻസികയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കയറി നോക്കിയ സമയത്ത് ഹൻസിക സാധാരണ ഏത് രീതിയിലുള്ള അവരൊരു ഡാൻസറാണ്, അപ്പോൾ അവർ ഏത് രീതിയിലുള്ള ഡ്രസ്സാണോ ധരിക്കുന്നത് അവരുടെ വ്ളോഗുകളിലും ഒക്കെ അതേപോലെ തന്നെയാണ് അവർ ഇതിനകത്തും ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൻസികയ്ക്ക് ഇത് ചെയ്ത് കാശുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഫിനാൻഷ്യലി വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. നമ്മൾ പറയുമല്ലോ മണി ആൻഡ് പവർ, ഈ രണ്ടിടത്തും സ്വാധീനമുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഹൻസിക വരുന്നത്. ഹൻസികയ്ക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഈ തോട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ സിനിമാ നടിമാരുടെ കാര്യത്തിൽ പറയില്ലേ, സിനിമയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ബാക്ക് ടു ബാക്ക് ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ട് തൻ്റെ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ആക്ട്രസ് വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ തന്നെ കുറേ സിനിമകൾ വരുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം? ഇനി തൻ്റെ കരിയറിൽ മനഃപൂർവ്വമോ അല്ലാതെയോ ഒരു ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി നിൽക്കുന്ന ഒരു ആക്ട്രസ് ഇതേ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് അവസരത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അതെ ചാൻസ് കുറഞ്ഞതല്ലേ, ചാൻസ് കുറയുമ്പോൾ തുണിയുടെ ഇറക്കവും കുറയും. അതായത് ഏത് കാലം തൊട്ട് ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഡയലോഗാണിതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതേ മെൻറ്റാലിറ്റിയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഇവർ തന്നെ ഫിക്സ് ചെയ്യാണ് ഈ പറയുന്ന സോഷ്യൽ സ്റ്റാൻഡേർഡ്, ക്ലാസ്, ഇതൊക്കെ ഇവർ തന്നെ ഫിക്സ് ചെയ്തിട്ട് ഇതിന് താഴെയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാം, ഇതിന് മുകളിലേക്കുള്ള ആൾക്കാർ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്
ഒരു ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ 8,17,830 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് എല്ലാവരുടെയും പ്രശ്നം. ഇത് ഞാൻ ഈ പർപ്പിൾ എന്ന് പറയുന്ന അക്കൗണ്ട് ട്രെൻഡിങ് ആയ സമയത്തും കേട്ടൊരു കാര്യമാണ്. അത് ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. 80 lakhs എന്ന് പറയുന്നൊരു എമൗണ്ട് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ പൈസ എന്ന് പറയുന്നത് ഒരു മനുഷ്യനിൽ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് പൈസ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴല്ല നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക, വേറൊരാളുടെ കയ്യിലിരിക്കുമ്പോഴാണ്. നമ്മളെക്കാട്ടിലും കൂടുതൽ പൈസ വേറൊരാളുടെ കയ്യിലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് ഇൻസെക്യൂർഡാണ്. ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി അടിക്കാമെന്ന് വിചാരിച്ചോ, ലോട്ടറി അടിച്ചു 1 കോടി രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ പ്രാഞ്ചിയേട്ടനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്യുക. ഈ വണ്ടി ഇവിടുന്ന് വന്നതാണെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഒരു ലോട്ടറി അടിച്ചിട്ട് നിനക്ക് ചേടാ അവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ മുടക്കി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലക്ക് എന്ന് പറയുന്നൊരു ഫാക്ടർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് ലോട്ടറി അടിച്ചു. അതിനെന്താ കുഴപ്പം? നിങ്ങൾക്ക് ലോട്ടറി അല്ലെങ്കിൽ നിങ്ങൾ ഒന്നീ ലോട്ടറി എടുത്തിട്ട് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ലോട്ടറി എടുക്കാൻ മെനക്കെട്ടിട്ടില്ല. ഇവിടെ ആ വ്യക്തി നിയമപരമായിട്ട് യാതൊരു വിധത്തിലുള്ള തെറ്റും കാര്യങ്ങളും ചെയ്യുന്നില്ലല്ലോ. ഒരാൾക്ക് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ഉറക്കും. അവൻ അത്രയും പൈസ കിട്ടി, അവന് ഇത്ര പെട്ടെന്ന് പൈസ കിട്ടി. ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന കമ്പാരിസൺസ് എന്ന് പറയുന്നത്, ഒന്ന് കല്ലുപണി എടുക്കുന്ന ആൾ, പാറമടയിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ അധ്വാനം എടുത്തിട്ടും അതിർത്തിയിൽ രാജ്യം കാക്കുന്ന പട്ടാളക്കാർ, ഇവരൊക്കെ സ്വന്തം ലൈഫ് വരെ റിസ്കിലാണ്. അങ്ങനെ ജോലി എടുത്തിട്ടും അവരൊക്കെ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് സമ്പാദിക്കുന്ന തുക 1 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് കമ്പാരിസൺസിന്റെ പൂരാണ് വരിക. ആർമിയിൽ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പം കല്ലുപണിക്കോ മറ്റെന്തെങ്കിലും ദേഹാധ്വാനം കൂടുതലുള്ള ഒരു ജോലിക്ക് പോകുന്ന ആൾ, ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഡിഫറൻ്റ് ആണ്. കിട്ടുന്ന അവസരത്തെ പരമാവധി ഉപയോഗിക്കുക, അല്ലാതെ അപ്പുറത്ത് കുറേ ആളുകൾ അധ്വാനിക്കുന്നു അതുകൊണ്ട് ഇപ്പുറത്ത് ആരും അധ്വാനിക്കാൻ പാടില്ല എന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട്, അതിനെ എങ്ങനെ ഉപയോഗിക്കാം, എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. കല്ലുപണിക്ക് പോകുന്ന ഒരാൾ, അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിനെ പ്രോപ്പറായി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നല്ല നിലയിലേക്ക് മാറാൻ പറ്റും. നമുക്ക് കിട്ടുന്ന അവസരത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മറ്റൊരാൾക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു അവസരം കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ദുരന്തമാണ് എന്ന് പറയുന്നതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റു കാര്യങ്ങൾ കണ്ടെത്തുന്ന പോലെ. എന്നാലും അനുസരിക്ക് ഇത്രയും പൈസ കിട്ടിയല്ലോ, നിനക്ക് കിട്ടുള്ളൂ, പണിയെടുത്താൽ മതി, എന്തെങ്കിലും ഒരു പണിയെടുക്കും, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല അവസരം എന്താണെന്ന് കണ്ടെത്തൂ. ചിലപ്പോൾ ഷെയർ ട്രേഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു അഭിനേതാവാകാൻ വേണ്ടിയിട്ട് അതിനുള്ള ടാലൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. നിങ്ങളൊരു കാര്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഈ സബ്സ്ക്രിപ്ഷൻ നോക്കിയിരിക്കുമ്പോഴാണ് നിങ്ങൾ വളരാതിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇപ്പോൾ ഹൻസിയെയൊക്കെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു അവസരത്തിനെ അവർ ഉപയോഗിക്കുന്നു, അതിൽ നിന്ന് അവർ പണം കണ്ടെത്തുന്നു. ഇത്രയും പൈസയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പൈസയ്ക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമുക്ക് എൻജോയ് ചെയ്ത് ലൈഫ് അടിച്ചു പൊളിച്ച് അർമാദിച്ച്, നമ്മുടെ ലാലേട്ടനൊക്കെ വെക്കേഷന് പോകുന്നത് അന്റാർട്ടിക്കയിലാണ്. നമ്മൾ ജീവിതത്തിൽ പോകുന്നു തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, എനിക്ക് എന്തെങ്കിലും കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോകണമെന്നുണ്ട്. പക്ഷേ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, അനുഭവിക്കാനുണ്ട്, ചെയ്യാനുണ്ട്. അതിൽ വലിയൊരു എമൗണ്ട് നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലാണ്, ഇഷ്ടമാണ്, ആഗ്രഹമാണ്. എൻ്റെ അക്കൗണ്ടിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സേഫ്റ്റി ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെങ്കിൽ, ചിലപ്പോൾ 10 കോടി അക്കൗണ്ടിൽ ഉണ്ടെങ്കിലേ ഫിനാൻഷ്യൽ സേഫ്റ്റി ആവുള്ളൂ എന്നായിരിക്കും ശ്രുതി വിചാരിക്കുന്നുണ്ടാവുക. ഓരോരുത്തർക്കും ഇത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ആവശ്യത്തിനുള്ള പണം അവർ കണ്ടെത്തട്ടെ, അതിനുള്ള മാർഗ്ഗങ്ങൾ അവർ കണ്ടെത്തട്ടെ, അതവർ ചെയ്തോട്ടെ. ഇന്ത്യയിൽ നിയമവിരുദ്ധമല്ലാത്തൊരു കാര്യം അവർ ഇന്ത്യയിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നെങ്കിൽ എന്താണ് കുഴപ്പം? പക്ഷേ അതിനെ എങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന പൈസ അവർക്ക് കിട്ടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻസെക്യൂർ ആവുന്ന ആളുകൾ ചെയ്യുന്നത് അവരുടെ വരുമാനം മുടക്കി രക്ഷപ്പെട്ടു. പർപ്പിളിൻ്റെ 82 ലക്ഷം ഞാൻ മുടക്കി, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത സബ്സ്ക്രിപ്ഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രായമാണ്. കുട്ടികൾ ഇൻവോൾവ് ആകാൻ കാരണം സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 13 വയസ്സ് മതി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ അതിൽ താഴെ പ്രായമുള്ള ആളുകളും പ്രായം കൂട്ടിക്കാണിച്ചിട്ട്, കാരണം ഇവിടെ ആരുടെയും ജനന സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കുന്നില്ല, അതുകൊണ്ട് പ്രായം കൂട്ടിക്കാണിച്ച് എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട്. എല്ലാവർക്കും ഡിജിറ്റൽ മണി എന്ന് വെച്ചാൽ ഒരു 10 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന പൈസ അവരുടെ കയ്യിലേക്ക് വരാൻ തുടങ്ങും. അതിനെ അവർ ഡീൽ ചെയ്ത് തുടങ്ങും. അച്ഛൻ്റെ അമ്മയുടെയും ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പിള്ളേർക്ക് അവരെക്കാൾ നന്നായിട്ട് അറിയാം. അങ്ങനൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന കാര്യത്തിനോട് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും സബ്സ്ക്രിപ്ഷനിലൂടെ ലീക്കായി വരുന്നതും അല്ലാതെയുള്ള വീഡിയോസിനെ പല രീതിയിൽ ആളുകൾ മാറ്റിമറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് ഇവിടെ ആക്സസ് ഉണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ പറയുന്നൊരു സബ്സ്ക്രിപ്ഷൻ മെത്തേഡ്, ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണല്ലോ, ശരീരം കാണിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമല്ലേ ഇതിനകത്തുള്ളൂ എന്ന് അഥവാ ചിന്തിച്ചു പോകുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ
ചെന്നെത്താൻ പോകുന്നൊരു വലിയ ഡേഞ്ചറുണ്ട്. അതാണ് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ കൺസേണിങ് ഫാക്ടർ. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയുമ്പോഴും അപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ 19 എന്ന് പറയുന്നതും ടീനേജിൽ തന്നെ നിൽക്കുന്ന പ്രായമാണ്. പക്ഷേ കുട്ടികൾ വ്യാപകമായി യൂസ് ചെയ്യുന്നുണ്ട്. ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ കണ്ടന്റ് എന്ന് പറയുന്ന കാര്യം പ്രൊമോട്ട് ചെയ്യുന്നതും പ്ലസ് റിസീവ് ചെയ്യുന്നതും ഈ 2 സൈഡിലും കുട്ടികളില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന ന്യൂസും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത്, ക്രൈം സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഫാക്ടർ അതാണ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതൊരു കൺസേണിങ് ഫാക്ടറാണ്. നമ്മളെപ്പോഴും ഈ ഒരാളായിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ല, ഭൂരിഭാഗം ആളുകൾക്ക് ഒരു ധൈര്യം കുറവ് വരും. എന്തെങ്കിലും പറയാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരു ധൈര്യക്കുറവ് തോന്നും. ഇപ്പം ഇങ്ങനെയുള്ള പല കേസസിലും അറസ്റ്റിലാവുന്ന, പിടിക്കപ്പെടുന്ന പയ്യന്മാരുടെയാണ് ഞാൻ പറയുന്നത്. ടീനേജ് പ്രായത്തിലൊക്കെ നിൽക്കുന്ന നമ്മൾ ചില ആൾക്കാരുടെ പ്രായം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് നമ്മൾ കുട്ടികളെന്ന് കരുതുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ കേസസിലൊക്കെ അറസ്റ്റിലാവുന്നത്. ഇവരുടെയൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇവർ ഇങ്ങനെ ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ ഇവരുടെ മാതാപിതാക്കൾക്കും ഇവരെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഞെട്ടലാണ്. ഞങ്ങളുടെ കുട്ടി ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം അതിനുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ വീട്ടിലില്ല, ഞങ്ങൾ ആരും അവനെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, പിന്നെ ഇവൻ എവിടെ നിന്ന് പഠിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാളായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇതെന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. ഞാൻ പല കേസസിലും ആൺകുട്ടികൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എല്ലായിടത്തും കുറേ ചേട്ടന്മാരുണ്ടായിരിക്കും ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചേട്ടന്മാർ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ധൈര്യമാണ്. നമ്മുടെ മറ്റേ കുട്ടേട്ടൻ എന്നൊക്കെ പറയില്ലേ, ആ സിനിമയിലെ കുട്ടേട്ടൻ പോലെ കുറേ ചേട്ടന്മാർ കാണും കുറേ സ്ഥലത്ത്, ഇപ്പോൾ വാഴയിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ ഇവർ മറ്റേ പ്രൊവൈഡേഴ്സ് ആണ്. ഇവർ ഇൻഫർമേഷൻ, അതായത് വളരെ മോശമായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കും, സോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ ഭാവിയിൽ വളർന്നു വരുന്നൊരു കുട്ടേട്ടനാവും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം കുട്ടികളാണ് വളരെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു ഏജിലാണ് ഇരിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന പോലത്തെ വാലിഡേഷനോ കാര്യങ്ങളോ ഒന്നും വീട്ടിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒന്നും കിട്ടാതെ വരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വാലിഡേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതേപോലെ തന്നെയാണ് ഈ അടുത്ത് വളരെ ചർച്ചയായിട്ടുള്ളൊരു കാര്യമായിരുന്നു, വീട്ടിലെ അമ്മമാരുടെ ഉൾപ്പെടെ സഹോദരങ്ങളുടെ ഉൾപ്പെടെ ക്ലാസ്മേറ്റ്സിൻ്റെയൊക്കെ ഉൾപ്പെടെ ഫോട്ടോകൾ അവരറിയാതെ എടുത്ത് അശ്ലീല സൈറ്റുകൾക്ക്, ടെലിഗ്രാം ഗ്രൂപ്പുകൾക്ക്, അതെ, ഇവിടെയൊക്കെ വിൽക്കുന്ന ആൺകുട്ടികളുടെ ന്യൂസസ് നമ്മൾ കണ്ടിരുന്നു. കാരണം ഇതൊരു മണി മേക്കിംഗ് പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് നിൽക്കുകയാണെന്ന്. അപ്പം നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു സ്ത്രീ ശരീരം കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ കമൻറ്റ് ചെയ്യുന്ന, ഒരു സ്ത്രീ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കുലേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അത്തരത്തിൽ ഏറ്റവും മോശമായി ആ സ്ത്രീ ശരീരത്തെ കാണാനും കമൻറ്റ് ചെയ്യാനും എല്ലാവരും ചോദിക്കുന്നതല്ലേ, കാണിക്കുന്നുണ്ട് എന്നാൽ പിന്നെ പറയുന്നതിന് എന്താ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു സ്ത്രീ ശരീരം, അത് ഇന്ന പാർട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കവർ കാണിക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്കത് എന്തും പറയാം, നമുക്കതിനെ എങ്ങനെയും കൈകാര്യം ചെയ്യാം എന്ന് പറയുന്ന ഒരു മൈൻഡ് ഡെവലപ്പ് ആവുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ സർക്കിളിൽ നിന്നിട്ടാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ പ്രായം കൂടിയാണ്. അവർ അഡൾട്ടാണ്, അതുകൊണ്ട് എന്തും ചെയ്യാം, അവർക്ക് റൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ആ തരത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഇവർ യൂസ് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നത് കൂടുതലും കുട്ടികളാണ്, ടീനേജ് പ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അവർ കടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൂടെയാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾ കുട്ടികളെ എടുത്ത് നോക്കിയാൽ, പ്രത്യേകിച്ച് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ എടുത്ത് നോക്കിയാൽ പോലും അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ 2-3 അക്കൗണ്ട് ഉണ്ട്. അതായത് വീട്ടുകാർ കണ്ടാൽ കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് ഉണ്ട്, വീട്ടുകാർ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്ത അക്കൗണ്ട് ഉണ്ട്, വേറെ പല കാര്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഒന്നിലധികം അക്കൗണ്ട്സ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ വീട്ടുകാർ കാണുന്ന അക്കൗണ്ട് വീട്ടുകാരെടുത്ത് നോക്കും, എൻ്റെ കുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അവർ അടിപൊളിയായിട്ട് നല്ല ഫോട്ടോസൊക്കെ ഇടുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഇവർക്ക് മറ്റൊരു അക്കൗണ്ട് ഉണ്ട്, അതൊരു പക്ഷേ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കാം. അവിടെ അവരെ ഫോളോ ചെയ്യുന്നതും അവരുടെ കൂട്ടുകാരാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അവിടെ ഷെയർ ചെയ്യുന്ന കണ്ടൻറ്റും ഭാവിയിൽ അവർക്കൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത കണ്ടൻറ്റാണ് എന്ന് കണ്ടൻറ്റ് പുറത്തുനിന്ന് എടുത്ത് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. അവർ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, അവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്, അവരുടേതായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും അത് ഏത് തരത്തിലാണ് എന്ന് നമുക്കറിയാൻ പറ്റില്ല. ചുറ്റും ഒരു വലിയ പിയർ ഗ്രൂപ്പ് പ്രഷറുണ്ട്. ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ളൊരു അക്കൗണ്ട് എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ എന്നെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, ഓ യു ആർ സോ ക്യൂട്ട്, അല്ലെങ്കിൽ യു ആർ ഡാം ഹോട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ കമൻസ് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന
അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാലിഡേഷൻ. അത് എനിക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ വളരെയധികം ബോഡി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയും കൂടി ആണെങ്കിൽ അവർ അപ്രിസിയേഷൻ കിട്ടുമെങ്കിൽ ഞാൻ 2 ഫോട്ടോ കൂടുതലിട്ടാൽ എന്താ, എൻ്റെ ഈ ബോഡി പാർട്ട് വരുമ്പോൾ എനിക്ക് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്, അപ്പം ഞാനത് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇൻബോക്സിൽ വരുന്ന ചേട്ടന്മാർ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ മറുപടികൾ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ചേച്ചിമാർ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ ഇവർ ചിലപ്പോൾ ഇവരുടെ സെയിം പ്രായത്തിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചായിരിക്കാം ചാറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഫോട്ടോസും വീഡിയോസും കൈമാറുന്നുണ്ടാവുക. അപ്പുറത്തിരിക്കുന്നത് വലിയൊരു വലയുണ്ടാക്കി വെച്ചിട്ടുള്ള ആളായിരിക്കാം. അങ്ങനെ ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ കുട്ടികൾ ചെന്ന് കയറാൻ പാകത്തിനുള്ള ഒരു സ്പേസ് സോഷ്യൽ മീഡിയയിലുണ്ട്. അവിടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കൾച്ചറും കൂടി വരുമ്പോൾ വൈ കാണ്ട് ഐ മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്നൊരു കുട്ടി ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് വേറൊരു ലെവലിലായിരിക്കും. നമ്മൾ ഈ കുട്ടികൾ എന്ന് എടുത്തു പറയുന്നതിൻ്റെ റീസൺ ബാക്കിയുള്ളവരൊക്കെ അഡൾട്ടാണ്. അവിടെ നമുക്ക് എല്ലാത്തിനോടും നമ്മുടേതായിട്ടുള്ളൊരു ഒപ്പീനിയനും കാണും, എഗ്രിമെൻറ്റ്, ഡിസെഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്ട്രിക്ട്ലി ഇത് കുട്ടികൾക്കുള്ളതല്ല, കുട്ടികൾ കൺസ്യൂം ചെയ്യേണ്ട കോണ്ടന്റ് അല്ല, അല്ലെങ്കിൽ കുട്ടികൾ ഇതിലേക്ക് വരേണ്ടതല്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുന്ന കുറച്ച് അതാണ് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ നമ്മുടെ സൈക്കോളജിസ്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പോൾ അവരോടും സംസാരിച്ചപ്പോഴും നമുക്ക് സെയിം ഇൻഫർമേഷൻ തന്നെയാണ് കിട്ടിയത്. ഈ ടീനേജ് പ്രായത്തിൽ നിൽക്കുന്ന കുട്ടികൾ ഈ പറയുന്ന തരത്തിലൊരു ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ സൈഡിലേക്ക് വരുമ്പോൾ, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്നിവരെ ഇത് എന്തിൻ്റെ ബേസിലാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. റീസൺസ് പലതായിരിക്കും. ഒന്നുകിൽ ഈ പിയർ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരു പ്രഷർ ഉണ്ടായിരിക്കാം, ട്രെൻഡിലേക്ക് എത്തിപ്പെടാൻ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏത് തരത്തിലുള്ളൊരു ട്രെൻഡ് വന്നാലും അവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു പ്രഷറും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടും, ആ ട്രെൻഡിലേക്ക് എത്തിപ്പെടുക. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാവരും വാങ്ങിച്ചു കഴിയുമ്പോൾ ഓക്കെ എനിക്കും അത് വാങ്ങിക്കണം എന്ന് പറയുന്ന ഒരു പ്രഷർ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഒരു പുതിയൊരു ഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ, പുതിയൊരു ഫാഷൻ വന്നു കഴിഞ്ഞാൽ അത് എനിക്കും ആ ഫാഷനിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പിയർ ഗ്രൂപ്പ് പ്രഷർ ഇവർക്ക് വരും. അതായത് ഈ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഈ ട്രെൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അധികമായിട്ട് എന്തെങ്കിലും കാര്യം കിട്ടും, എൻ്റെ ഒരു സോഷ്യൽ വാല്യൂ കൂടും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രഷർ ഈ കുട്ടികളുടെ പുറത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ കോണ്ടന്റ്, അത് ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ ആണെന്ന് പോലും അറിയാത്ത തരത്തിൽ നമ്മളിപ്പോൾ പറയും, വളരെ ചെറിയ കുട്ടികളെ വെച്ചിട്ടുള്ള റീൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അവരുടെ പ്രായത്തിന് ഒട്ടും ചേരാത്ത തരത്തിലുള്ള എക്സ്പ്രഷൻസ്, ഇമോഷൻസ് ഒക്കെ ഇവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചിടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് റീൽസിലൊക്കെ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു കൊച്ചുകുട്ടിയല്ലേ, ഈ തരത്തിലുള്ള ഇമോഷൻസ് ഒന്നും അത് അറിയാറായിട്ടില്ലല്ലോ എന്ന് നമ്മൾ പറയില്ലേ? അതേപോലെ തന്നെയാണ് ഇവർക്കിത് അറിയുന്നുണ്ടാവില്ല, ഇത് ബോഡി ഞാൻ ചെയ്യുന്നതൊരു ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ ആണ് എന്നുള്ള ഫാക്ട് അറിയാതെ ആയിരിക്കും ഇവരിത് ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. പലർക്കും കുട്ടികളെ ഉണ്ടാക്കാൻ വരെ അറിയുള്ളൂ, അതിനുശേഷമുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നില്ലേ, കുട്ടികളല്ലേ അതെങ്ങനെയൊക്കെ അങ്ങ് വളർന്നോളും, ഇവിടെ കോഴിക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ലേ, കാക്കയ്ക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല, അതേപോലെ നമ്മുടെ കുട്ടികൾ എങ്ങനെയും വളർന്നോളും, കുട്ടികളെ ഉണ്ടാക്കിയാൽ മതി. അതിനുശേഷമുള്ള പ്രോസസ്സിനെ കുറിച്ച് യാതൊരു തരത്തിലും ബോധേഡല്ലാത്ത വലിയൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ഇവര് കുട്ടികളെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യില്ല എന്നുള്ളത് ഒരു സൈഡ്, അതിനോടൊപ്പം തന്നെ ഏറ്റവും മോശമായിട്ട് ഇവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. നല്ലൊരു അപ്രീസിയേഷൻ, ഒരു വാലിഡേഷൻ, ഇതൊക്കെ സ്വന്തം ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത കുട്ടികളാണ് ഭൂരിഭാഗവും. വളരെ ആഗ്രഹിച്ച് ഇഷ്ടമുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി പുറത്തേക്ക് പോകുന്ന സമയത്ത് നിന്നെ കാണാൻ നന്നായിട്ടുണ്ട്, നിനക്കിത് നന്നായി ചേരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്രീസിയേഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ആ പ്രായത്തിലെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അപ്രീസിയേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അക്കാഡമിക്കലി നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർട്സിലൊക്കെ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടുക. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും അതൊന്നും ഒരു പ്രശ്നമല്ല, നിനക്ക് നിൻ്റേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു പ്രൊഫഷൻ കാണാം. അത്തരത്തിൽ കുട്ടികളെ മനസ്സിലാക്കി അവരെ ഏറ്റവും നന്നായി അപ്രീഷിയേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എത്ര അച്ഛനമ്മമാരത് പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ എത്ര വീട്ടിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊന്നും ചെയ്യില്ല, അത്രയും വൾഗറായിട്ടുള്ള, ഇതൊക്കെ വളരെ ആഗ്രഹിക്കുന്ന, എന്നാൽ ഇതൊന്നും കിട്ടാതെ പോകുന്ന വൾണറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് കുട്ടികൾ നിൽക്കുന്നത് ഇതിനകത്ത് നമുക്ക് ആൺകുട്ടികൾ പെൺകുട്ടികളിൽ നിന്നും മാറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഈ സെക്ഷലി മിസ്യൂസ് ചെയ്യപ്പെടുന്നതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ വൾണറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനെ യൂസ് ചെയ്യാൻ വരുന്ന
ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ചില ന്യൂസസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളെ ഈ പറയുന്ന ഒരു മണി മേക്കിംഗ് പ്രോസസ്സിലേക്ക് എത്തിക്കുന്നതിൽ അവരുടെ ആൺ സുഹൃത്തിനുള്ള പങ്കിനെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. അപ്പം ഈ പറയുന്ന തരത്തിൽ സോഷ്യലി ഒരു വാലിഡേഷൻ കിട്ടാതിരിക്കുകയും എന്നാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടീനേജറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നു, അപ്പം ഞാൻ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള കണ്ടന്റിന് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് എന്നെ കുറെ ആൾക്കാർ സ്നേഹിക്കുന്നു, ഞാൻ വളരെ നല്ലതാണെന്ന് പറയുന്നു, ഹോട്ടാണ്, സെക്സിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു റീസണും കൂടെ ഇതിൻ്റെ പിറകിലുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരുപാട് റീസൺസ് ഇതിൻ്റെ പിന്നിലുണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചൊരു ധാരണയിൽ എത്താനുള്ളൊരു പ്രായത്തിലേക്ക് അവരെത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ടീനേജേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. നമ്മുടെ നാട്ടിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ പിള്ളേരെ കാണുന്നില്ല. നമ്മളെപ്പോഴാണ് കാണുമെന്നറിയോ? മാർക്ക് കുറയണം, മാർക്ക് കുറഞ്ഞു, ക്ലാസ്സിൽ ഏറ്റവും ബാക്കിലായി, ഒരു വിഷയത്തിന് തോറ്റു, അപ്പോൾ അച്ഛനും അമ്മയും എന്താ പറ്റി എൻ്റെ കൊച്ചിനെന്ന് പറഞ്ഞിട്ട് അത്രയും നാൾ ആ കുഞ്ഞ് മാനസികമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനെക്കുറിച്ചും അതിൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ബോധേഡായിരിക്കില്ല. ബോധേഡാണെന്ന് വിചാരിക്കും, ഞാൻ അവർക്ക് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അവരുടെ കൂടെ ഇരിക്കുന്നില്ല. അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലായാലും സോഷ്യൽ സർക്കിളിലായാലും അവർ പാസ് ചെയ്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നില്ല. അവരുടെ ഒപ്പം ഇരിക്കുന്നില്ല. അവർ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ പറയണമെങ്കിൽ അവിടെ ഒരു റാപ്പ് ഉണ്ടാവണം. അതുണ്ടാക്കുന്നതിന് പകരം വേറെ പല കാര്യങ്ങളിലും നമ്മൾ തിരക്കിൽ പൊയ്ക്കൊണ്ടിരുന്നിട്ട് അവസാനം എല്ലാ പ്രശ്നങ്ങളും ഈ കുഞ്ഞിനെ ബാധിക്കാവുന്ന ഏറ്റവും മോശം അവസ്ഥയിൽ ബാധിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മാർക്ക് കുറയാൻ തുടങ്ങും, അക്കാഡമിക്കലി താഴോട്ട് പോകാൻ തുടങ്ങും, ടീച്ചേഴ്സ് വിളിച്ച് പറയും കുട്ടി ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ. അപ്പോഴാണ് ആലോചിക്കുക എൻ്റെ കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. കാര്യം നമ്മുടെ നാട്ടിൽ ആകെ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന കുഴപ്പം മാർക്ക് കുറയുക എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ കുഞ്ഞുങ്ങൾ നേരിടുന്നത് എന്താണ്, അതിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, ആ കുഞ്ഞിന് ആവശ്യമുള്ള അപ്രിസിയേഷനുണ്ട്. നമ്മുടെ നാട്ടിൽ തിന്നാനും കുടിക്കാനും കൊടുത്താൽ കഴിഞ്ഞു എന്നാണ്. അങ്ങനെയല്ല, ഒരാൾക്ക് ആഗ്രഹമുള്ള ആവശ്യമുള്ള ഒരു അടിപൊളി വാക്കുണ്ട്, അത് കൊടുക്കണം. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അപ്രിസിയേഷൻ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ വെറുതെ വഴിയെ പോകുന്ന ഒരുത്തൻ എൻ്റെ അടുത്ത് നോക്കിയിട്ട് യോ സോ ഹോട്ട് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു, ഞാനത് എടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്രിസിയേഷൻ എടുക്കാൻ നമ്മൾ പഠിക്കണം. പക്ഷേ ആ അപ്രിസിയേഷൻ്റെ പുറകിൽ എന്തൊളിപ്പിച്ച് വെച്ചാലും ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു അഫക്റ്റ് മീ. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല അപ്രിസിയേഷനും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സന്തോഷം എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടുന്നുണ്ടല്ലോ. കുട്ടികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഡിജിറ്റലൈസ്ഡ് മണി കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ പേയും കാര്യങ്ങളും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ തീർച്ചയായിട്ടും ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ കണ്ടന്റ് ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് ഒരു വിരുദ്ധാഭിപ്രായം വേറെ ആൾക്കാർക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നിടത്തും ഈ കുട്ടികളുണ്ടാവും. നമുക്ക് ഇവരിതിനെ ഈ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പോലത്തെ ഈ കമൻസിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ ഇവർ ഇത്തരത്തിലൊരു ഗ്രൂപ്പിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുക. ട്രാക്ക് അങ്ങോട്ടേക്ക് അവരെ നയിക്കുന്ന പരിപാടിയാണ്. അതെ, ഇറ്റ്സ് എ ട്രാക്ക് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ട്രാപ്പ്. അതുമാണ്. അപ്പോൾ പേരന്റൽ ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ ഭയങ്കരമായിട്ട് മുറുക്കെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് അവരെ തിരിയാനോ മറിയാനോ ഒന്നും അനുവദിക്കാത്ത രീതിയിലുള്ള പേരന്റൽ ഗൈഡൻസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഏറ്റവും ഫ്രീ ആയിട്ട് വിട്ടിട്ട് കുട്ടികളെല്ലാം അവരുടെ ഇഷ്ടത്തിന് അവർ എന്തും ചെയ്തോട്ടെ എന്നല്ല, നമ്മൾ ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, കുട്ടികൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി അറിഞ്ഞിട്ട് അങ്ങനെ അതിനുള്ളൊരു അവയർനെസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതിനാദ്യം എത്ര പേരൻസിന് ഇതിനെക്കുറിച്ച് ബോധമുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ചിലപ്പം ഇപ്പോൾ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു എസ്പെഷ്യലി ഈ അവധിക്കാല സമയത്ത് ഫോൺ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കുട്ടികളൊന്നും മാറിയിരിക്കണം. മറ്റേ സ്കൂളിൽ പോയിക്കോളൂ, ഇതിപ്പോൾ 2 മാസം നമ്മൾ സഹിക്കണം എന്നുള്ളൊരവസ്ഥയിലാണ് വീട്ടുകാരിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കുട്ടി ഉണ്ടാവുന്നതോ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെയോ സമയത്തുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മളൊരു കുട്ടിയെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനും കൂടെ നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണമല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ ഇതാക്കിയിട്ട് ഇതിപ്പോൾ കുട്ടി ജനിച്ചും പോയി 2 മാസം എങ്ങനെയെങ്കിലും സഹിക്കണം, മറ്റേ സ്കൂളിൽ പൊക്കോളും എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം ഫോൺ കൊടുത്തേക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബാങ്കിലൊരു കാര്യത്തിന് ചെന്ന സമയത്ത് കുട്ടി ഫുൾ ടൈം ഫോണിലാണ്. എന്നിട്ട് ഈ ഫോണൊന്ന് മാറ്റുമ്പോഴത്തേക്ക് ആ കുട്ടി കിടന്ന് കരയുന്ന കരച്ചിലാണ്. ബാങ്കിൽ കിടന്നിട്ട് ആ കുട്ടി ഉരുളുകയാണ്. അപ്പോഴത്തേക്ക് പേരൻസ് പിന്നെയും ഫോൺ കൊടുക്കുകയാണ്. നമ്മൾ സംസാരിച്ച് വന്ന വേറെ തന്നെ വിഷയമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ചിലപ്പോൾ അച്ഛനോ അമ്മയോ ഇവർ ആരെങ്കിലും ഒരാൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതേ കണ്ടന്റ് ഈ അച്ഛനും അമ്മയും എന്താണ് കൺസ്യൂം ചെയ്യുന്നത് അത് തന്നെയാണ് ഈ കുട്ടിയും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും പേരൻസിനെ കണ്ടിട്ടാണ് നമ്മളൊരു പരിധിവരെ പഠിക്കുക, അവരുടെ വാല്യൂസ് ആണ് നമ്മളിലേക്ക് എത്തുക എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ ഫോണൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അഡൾട്ടാണ്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഫോൺ
കൊടുക്കുന്ന സമയത്തെങ്കിലും കുട്ടി എന്താണ് അതിൽ കാണുന്നത് എടുക്കുന്നത് അത്രയെങ്കിലും ഒരു എഫേർട്ട് ആ കുട്ടിയുടെ മേലെ ഇടാനുള്ളൊരു സമയം പ്ലീസ് ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇതിനകത്തേക്ക് വരിക എന്ന് പറയുന്നത്, ടീനേജേഴ്സ് ഇതിനകത്തേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് തുടങ്ങി കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലേക്ക് എത്തി. കാരണം സബ്സ്ക്രിപ്ഷൻ ഇത് ഏത് റേഞ്ച് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ചൈൽഡ്ഹുഡ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ച്. അത് കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി എന്താണ് ബേസിക്കലി നമ്മുടെ അഭിപ്രായം സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വളരെ കാലമായിട്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു ശരീരം മാത്രമല്ല എന്നും സ്ത്രീയെ നമ്മൾ ഇങ്ങനെയല്ല നോക്കി കാണേണ്ടതെന്നും സ്വന്തമായ അഭിപ്രായവും കഴിവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് പുരുഷനെ പോലെ എന്ന് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും അൺലേൺ ചെയ്യിച്ച് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വീണ്ടും കുറേ ഇത് ഈ പറയും നമ്മൾ പുരുഷന്മാരുടെ ഇത്രയും കാര്യം പറഞ്ഞെങ്കിലും ഞാനൊരു സ്ത്രീ ശരീരമാണ്, എൻ്റെ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്ഷലി കൺസ്യൂം ചെയ്യാനുള്ള മാത്രമുള്ളൊരു കാര്യമാണ് എന്ന് കരുതുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകളും ഇവിടെയുണ്ട്. അതിനെ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള, അതായത് വീണ്ടും ഈ ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് തിരിച്ചു വരുന്നത് കാണുന്നത് കുറച്ച് സങ്കടകരമായ കാര്യം തന്നെയാണ്. അത് അവിടെ ഒരു ജനറലൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് അതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. ആ ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിത് ഇൻസ്റ്റഗ്രാം കൾച്ചറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ആ വീഡിയോ ചെക്ക് ചെയ്യാം. അതെ, നമുക്ക് ഒപ്പീനിയൻ പറയാനേ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അത് അവരുടെ ചോയ്സാണ്. പക്ഷേ നിങ്ങൾ എന്ത് കൊടുക്കുമ്പോഴും എന്ത് വാങ്ങിക്കുമ്പോഴും സ്വയം ഒരു ബോധ്യമുണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുള്ള പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അവയർനെസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ എന്നാണ് ആഗ്രഹം. ബി റെസ്പോൺസിബിൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.